ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 അലോട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, ഇപ്പോൾ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്. അതായത് കേരളത്തിലെ പല കുട്ടികൾക്കും സെക്കൻഡ് ലാംഗ്വേജ് ഏതെടുക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്തവരുണ്ട്. അതിനനുസരിച്ച് വേണം അലോട്ട്മെൻറ്റ് കൊടുക്കാനെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലുമുള്ള ഒരു സെക്കൻഡ് ലാംഗ്വേജാണ് മലയാളം. ഇനി പല സ്കൂളുകളിലും നിങ്ങൾ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഇതിൽ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു പറയുന്ന കോഡിലുള്ള ലാംഗ്വേജുകളാണുള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് മലയാളമാണ്, 2 ഹിന്ദിയാണ്, 3 അറബി, 4 സംസ്കൃതമാണ്, 6 ഉറുദുവാണ്, 8 ഫ്രഞ്ചാണ്. ഫ്രഞ്ച് ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 6 സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ ഈ ഒരു കോഡുകൾ വരുന്ന സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പലർക്കുള്ള ഡൗട്ട്, സർ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തു കഴിഞ്ഞാൽ 10ാം ക്ലാസ് പോലെ ഒരുപാട് എഴുതാനുണ്ടാവില്ലേ, കുറച്ച് കട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മലയാളത്തിനേക്കാൾ നല്ലത് ഹിന്ദിയാണോ അല്ലെങ്കിൽ ഉറുദു ആണോ എന്നൊക്കെ ഉള്ളവരുണ്ട്. സിമ്പിളായിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിലും എൻ്റെ എക്സ്പീരിയൻസിലും ഞാൻ പറയുകയാണ്, +1 +2 ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളൊരു കോമൺ ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് നിങ്ങൾ എഴുതിയാൽ പോലും നിങ്ങൾക്ക് 100ൽ 100 മാർക്ക് നേടാൻ പറ്റിയ സബ്ജക്റ്റാണ് മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, 10ാം ക്ലാസ് പോലെ കണ്ടൻറ്റ് അത്രയും എന്ത് ചെയ്യേണ്ട, ഹെവി ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. മലയാള തനിമയിൽ മാത്രം ഒന്ന് എഴുതിയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 100ൽ 100 കിട്ടും. ഈവൻ എന്നെ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ +1 ആദ്യം A+ ഉണ്ടായിരുന്ന സബ്ജക്റ്റ് ഈ മലയാളമാണ്. 100ൽ 100 ഉണ്ട്. മാത്രമല്ല ഹിന്ദി ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഹിന്ദി കേൾക്കുമ്പോൾ മനസ്സിലാവുകയും ഹിന്ദി ഒരാളോട് സംസാരിക്കാനുള്ള ചെറിയൊരു ബേസിക് നോളജും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഹിന്ദി എടുക്കുന്നതിൽ തെറ്റില്ല. നേരെ മറിച്ച് ഹിന്ദിയുടെ അക്ഷരമാല ഇപ്പോഴും റെഡി ആവാത്ത, അല്ലെ ഹിന്ദി വായിച്ചാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അർത്ഥം അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഹിന്ദി എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇതെൻ്റെ ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി സ്കൂളിൽ ഹിന്ദി അല്ലെങ്കിൽ അറബിയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്. അത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ മർക്കസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരന്തൂർ. പേര് മർക്കസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, അവിടെ അറബി ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ അറബി ഇല്ല, അവിടെ ഉറുദു ആണുള്ളത്. സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, ഉറുദു ഉണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ കോഴ്സ് കോഡിൻ്റെ കൂടെ നിങ്ങൾ ലാംഗ്വേജ് കോഡും കൂടി നോക്കണം. ഞാൻ ഇപ്പോൾ CSCൻ്റെ ഫോം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ജസ്റ്റ് ഒന്ന് കൊണ്ടുവരുമോ ക്യാമറ? അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവണ്ണൂർ, അവിടെ 1 എന്ന് പറയുന്ന ബയോസയൻസ് ഉണ്ട്, 11 ഹ്യൂമാനിറ്റീസ് ഉണ്ട്, 39 കമ്പ്യൂട്ടർ കൊമേഴ്സും ഉണ്ട്. അവിടെ 1, 3 എഴുതിയിട്ടുണ്ട്. ഈ 1, 3 എന്താണ്? ലാംഗ്വേജ് ആണ്. 1 ഏതാടാ? 1 ഏതാ? മലയാളം. 3 ഏതാ? 3 അറബിയാണ്. സോ ചെറുവണ്ണൂർ എന്ന് പറയുന്ന സ്കൂൾ എന്തുണ്ട്? മലയാളം ഉണ്ട്, അറബിയുണ്ട്. അപ്പോൾ 2ൽ ഏതോ ഒന്നേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ചെറുവണ്ണൂർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ അവിടെ എന്തില്ല? ഹിന്ദി ഇല്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അലോട്ട്മെൻറ്റ് സ്കൂൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളൊക്കെ കൊടുക്കുക. കിട്ടുന്ന സ്കൂളിൽ ഏത് ലാംഗ്വേജ് ആണുള്ളത് അതിൽ ഇഷ്ടമുള്ളതൊന്ന് പ്രിഫർ ചെയ്യാം. അത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ വ്യൂവിൽ മലയാളമായിരിക്കും ബെറ്റർ. അത് 100ൽ 100 കിട്ടാൻ വലിയ പണിയില്ല. ഓക്കെ, സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.